തൃശൂർ കുറുക്കൻപാറയിൽ വാഹനാപകടം ഉണ്ടായി. KSRTC ബസ്സും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് 15 പേർക്കാണ് പരിക്കേറ്റത്. ഇവിടെ അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഗുരുവായൂരിൽ നിന്ന് കൊട്ടാരക്കരയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സൂര്യ സജി സംഭവ സ്ഥലത്ത് നിന്നും നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുന്നു. സൂര്യ സജി, എങ്ങനെയായിരുന്നു ഈ അപകടം? വിശദാംശങ്ങൾ. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയായിരുന്നു അപകടം. ഗുരുവായൂരിൽ നിന്ന് കുന്നംകുളം വഴി കൊട്ടാരക്കരയിലേക്ക് പോവുകയായിരുന്ന ബസ്സും കുന്നംകുളത്ത് നിന്ന് വന്നിരുന്ന ടോറസുമാണ് കൂട്ടിയിടിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ ഉൾപ്പെടെ കുന്നംകുളത്ത് കനത്ത മഴയാണ് പുലർച്ചെ മുതൽ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ മഴ നടക്കുന്ന സമയത്താണ് ഈ ബസ് ഇതിലൂടെ പോകുന്നത്. അങ്ങനെ ഈ മഴയത്ത് നിയന്ത്രണം വിട്ട് ബസ് ടോറസ് ലോറിയിൽ ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത്. ബസ് ഒരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടമാകുന്നു. പിന്നീട് ടോറസ് ലോറിയിലേക്ക് കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ മുൻവശത്തുണ്ടായിരുന്നവർക്കാണ് ഈ പരിക്കേറ്റിട്ടുള്ളത്. 2 വാഹനത്തിന്റെയും ഡ്രൈവർമാരുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് പറയുന്നത്. KSRTC ബസ്സിലെ ഡ്രൈവറെ ആദ്യം തന്നെ പുറത്തെടുക്കാനായെങ്കിൽ പോലും ഈ ടോറസ് ലോറിയിലെ ഡ്രൈവറെ ഏറെ നേരത്തിന് ശേഷമാണ് പുറത്തെടുക്കാനായത്. കാരണം ഈ 2 വാഹനത്തിന്റെയും ക്യാബിൻ തമ്മിൽ കുടുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് 2 ടോറസ് ലോറികൾ ഉപയോഗിച്ച വടം ഉപയോഗിച്ച് കെട്ടിവലിച്ചാണ് ഈ ടോറസ് ലോറിയും ബസ്സും തമ്മിൽ വേർപെടുത്തിയത്. അതിനുശേഷം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ ക്യാബിൻ പൊളിച്ച് ഡ്രൈവറെ പുറത്തെടുക്കുകയായിരുന്നു. എന്തായാലും 15 പേർക്കാണ് ഈ വാഹനാപകടത്തിൽ പരിക്കേറ്റതെന്നുള്ളതാണ് പറയുന്നത്. അതിൽ 11 പേർ ചികിത്സ തേടി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല, എല്ലാവരുടെയും പരിക്ക് നിസ്സാരമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കുന്നംകുളത്ത് വിവിധ ആശുപത്രികളിലാണ് എല്ലാവരെയും പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ 2 ഡ്രൈവർമാരുടെയും പരിക്ക് ഗുരുതരമാണ്. എന്തായാലും ഈ വാഹനങ്ങൾ ഉൾപ്പെടെ ഈ റോഡിൽ നിന്ന് അരികിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏറെ നേരം ഈ മേഖലയിൽ ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഗതാഗതം എല്ലാം സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. താങ്ക് യു സൂര്യ സജി.